കോൺഗ്രസ് അണികൾ കാത്തിരുന്ന ദിനം എത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ റായ് ബറേലി, അമേഠി ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇറങ്ങുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ രണ്ട് നേതാക്കളും ഇറങ്ങിയാൽ അത് കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. തിരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് നേതാക്കളും. ഇതിന് പുറമെ മത്സരിക്കാൻ രാഹുൽ പ്രിയങ്ക സഖ്യമെത്തുമ്പോൾ അത് കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. കേരളത്തിലെയും വയനാട് മണ്ഡലത്തിലെയും പോളിംഗ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് അമേഠി, റായ്ബറേലി സീറ്റുകളിൽ കോൺഗ്രസ് പ്രഖ്യാപനം നടത്തുമെന്ന് കരുതുന്നത്. ഇരു മണ്ഡലങ്ങളിലെയും നേതാക്കളുടെയും ഭാരവാഹികളുടെയും യോഗം പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചേക്കാം എന്ന സമ്മർദ്ദം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. വയനാട്ടിൽ നിന്നും അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ യാത്ര അമേഠിയിലേക്കായിരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. റായ്ബറേലി മത്സരിക്കാൻ ഇരുവരും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് മാനേജറും ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രിയങ്കയ്ക്കാണ് മണ്ഡലം കൂടുതൽ പരിചിതമെന്നാണ് വിലയിരുത്തൽ. അതേസമയം റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിച്ചാൽ വരുൺ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് BJP നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം വരുൺ നിരസിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധി ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തുമെന്ന് അഭ്യൂഹങ്ങൾ വന്നതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധിക്ക് പിതാവിന്റെ സഹോദര പുത്രിക്കെതിരെ മത്സരിക്കുന്നതിൽ സീറ്റ് നൽകിയത്. പിലിഭിത്തിലെ സിറ്റിംഗ് MP വരുൺ ഗാന്ധി ഇത്തവണ അവിടെ സീറ്റ് നിഷേധിച്ചിരുന്നു. പകരം പിലിഭിത്തിൽ ഇത്തവണ കോൺഗ്രസ് വിട്ടെത്തിയ ജിതിൻ പ്രസാദിയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. BJP നേതൃത്വം റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വന്നപ്പോൾ ഒരാഴ്ചത്തെ സമയമാണ് വരുൺ ചോദിച്ചത്. തുടർന്നാണ് വരുൺ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ഏക സിറ്റിംഗ് സീറ്റാണ് റായ്ബറേലി. 2004 മുതൽ സോണിയാഗാന്ധിയാണ് ഇവിടുത്തെ MP. വരുണിന്റെ അമ്മ സുൽത്താൻപൂരിലെ BJP സ്ഥാനാർത്ഥിയുമായ മേനക ഗാന്ധി 1984 അമേഠിയിൽ രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ വരുണിനെ BJP സമീപിച്ചതും. മെയ് 3 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. 2-നോ 3-നോ രാഹുലും പ്രിയങ്കയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും എന്നാണ് വിവരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തലേന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുവാനാണ് ആലോചനയെന്നും സൂചനയുണ്ട്. മെയ് 20-നാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കുന്നത്.